ചിറയൻകീഴ് കീഴുവിലം കൂന്തല്ലൂർ വില്ലേജിന്റെ പരിധിയിൽ വരുന്ന 1-ാം വാർഡിൽ പുരവൂർ പാലത്തിനടുത്തുള്ള ശ്രീരത്നം വീടിന്റെ ഗോപകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിന്റെ അതിരിൽ 30 മീറ്റർ നീളത്തിൽ നദീസംരക്ഷണ ഭിത്തി എന്ന പേരിൽ നിർമ്മാണം നടക്കുകയാണ്. 13 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ജനറൽ പദ്ധതി എന്ന പേരിലാണ് ഈ നിർമ്മാണം. എന്നാൽ നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് വെള്ളപ്പൊക്ക സാധ്യതയോ സമീപത്ത് വീടുകളോ ഒന്നുമില്ല. ഇതിനു മുമ്പും ഈ വസ്തുവിന് എതിർവശത്ത് കഴിഞ്ഞ സർക്കാർ മറ്റൊരു സംരക്ഷണ ഭിത്തി പുരവൂർ റിവർവ്യൂ ഹാളിന് മുന്നിൽ നിർമ്മിച്ചിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഒരേ വസ്തുവിൽ 2 തവണ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് എന്തിന് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഈ സ്വകാര്യ വ്യക്തിക്ക് പല സ്ഥലങ്ങളിലും വസ്തുക്കളും വീടുകളുമുണ്ട്. കോടീശ്വരനും ബിസിനസ്സുകാരനുമാണ്. ടിയാന് വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കാശ് വാങ്ങി നടത്തിയ ഒത്തുകളി തന്നെയാണെന്ന് നാട്ടുകാർ പറയുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോട് ഫോണിൽ കാര്യം ചോദിക്കുമ്പോൾ MLAയുടെ കത്തുണ്ടെന്നാണ് മറുപടി. എന്നാൽ MLAയുടെ കത്തുണ്ടെങ്കിൽ പോലും സ്ഥലം അനുയോജ്യമാണോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ബാധ്യതയായിരുന്നു. അതിനു പകരം സ്ഥലത്തിൽ പോയി കണ്ട് പരിശോധിക്കാതെയും ഭൂമി സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയാണെന്ന കാര്യം മറച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർമ്മാണത്തിന് അനുമതി നൽകിയത്. ഇത്രയും നാളും തുച്ഛ വിലയ്ക്ക് പോലും വിൽക്കാൻ കഴിയാത്ത ഈ വസ്തുവിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതോടെ വൻ വില ലഭിക്കും. ഭൂമി കച്ചവടത്തിന് വേണ്ടി സർക്കാർ ഫണ്ടിനെ ദുരുപയോഗം ചെയ്യുന്ന സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുകയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തു. കർഷക കോൺഗ്രസ് പ്രതിഷേധം, കർഷക കോൺഗ്രസ് പ്രതിഷേധം, കർഷക കോൺഗ്രസ് പ്രതിഷേധം, കർഷക കോൺഗ്രസ് പ്രതിഷേധം, പ്രതിഷേധം 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 പ്രതിഷേധം. സൈഡ് വാള് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് തികച്ചും അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇത് പാവപ്പെട്ട ഈ അപ്പുറത്ത് താമസിക്കുന്ന പാവം ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് സർക്കാർ ഒരു സ്വകാര്യ വ്യക്തിയെ സഹായിച്ചിരിക്കുന്നത്. ഇത് വെച്ചു ഉറപ്പിക്കാൻ കഴിയില്ല. ശക്തമായ സമരപരിപാടികളുമായി കർഷക കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതാണ്. കർഷക കോൺഗ്രസ് കിഴുവിലം മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥലത്ത് കൊടികുത്തി പ്രതിഷേധം നടന്നു. കിഴുവിലം പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു അഴിമതി നമ്മുടെ പിന്നിൽ കാണാൻ കഴിയും. ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ 13 ലക്ഷം രൂപയോളം ചിലവാക്കി നിർമ്മിക്കാൻ പോകുന്ന ഒരു സൈഡ് ഭിത്തിയാണ് നദീ സംരക്ഷണ ഭിത്തി എന്ന് ജനറൽ വിഭാഗത്തിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കർഷക കോൺഗ്രസിൻ്റെ അടുത്തൊരു പരാതി ലഭിക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥലം വന്ന് നോക്കുകയും ചെയ്തിരുന്നു. എൻ്റെ കൂടെ മണ്ഡലം പ്രസിഡൻ്റുണ്ട്. അത് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട വിജിലൻസ് ഉൾപ്പെടെയുള്ള മേലധികാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി. അപ്പോൾ ഞങ്ങളൊരു ചോദ്യം എന്ന് പറയുന്നത്, സർക്കാരിൻ്റെ ഒരു ഫണ്ട് എങ്ങനെയാണ് സ്വകാര്യ വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങുന്നത്? ഒരാളിൽ ചുരുങ്ങേണ്ടതാണോ അതോ ഒരുപാട് പേർക്കാണോ ഈ സർക്കാരിൻ്റെ വികസന ഫണ്ടായി നിർമ്മാണം കിട്ടേണ്ടത്? അപ്പോൾ ഈ സ്വകാര്യ വ്യക്തി തൊട്ടടുത്തൊരു കല്യാണ മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൻ്റെ ഓണർ എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ആ സ്വകാര്യ വ്യക്തിക്ക് കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്ന കാലഘട്ടത്ത് ഇതേ MLAയുടെ നിർദ്ദേശപ്രകാരം ഒരു പാർക്കിങ്ങിന് വേണ്ടി ഒരു നദിയുടെ സൈഡിൽ ഒരു സംരക്ഷണ ഭിത്തി നൽകി. അതേ മുതലാളിക്ക് തന്നെ ഈ ഗവൺമെൻറ് തീരാൻ പോകുമ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേറൊരു നിർമ്മാണ പ്രവൃത്തി. അപ്പോൾ MLAയെ കാണുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ എല്ലാ ജനങ്ങളും MLA കാണും. MLA ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം ചുരുങ്ങുന്നതല്ല. അപ്പോൾ എല്ലാ പാർട്ടിക്കാരെയും ഒരു കണക്ക് കൊണ്ടുപോകേണ്ട MLAയുടെ നിർദ്ദേശപ്രകാരം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജനറൽ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിർമ്മാണം ഇത് തുടങ്ങാൻ ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത്, MLA ഒരു കത്ത് കൊടുത്തു, MLA യാദൃശ്ചികമായ ഒരു കത്ത് കൊടുത്തായിരിക്കാം, ഇല്ലായിരിക്കാം. ഇനി അതിൻ്റെ പിന്നിൽ അഴിമതിയുണ്ടോ എന്ന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അവർ അന്വേഷിക്കും. പക്ഷേ MLA കൊടുത്ത ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സ്ഥലം വന്ന് സന്ദർശിക്കാതെ ഇതിന് അനുയോജ്യമാണോ എന്ന്, ജനങ്ങൾക്ക് അനുയോജ്യപ്രദമാണോ ഈ വികസന പദ്ധതി എന്ന് പോലും പഠനം നടത്താതെയാണ് ഈ ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് അനുമതി നൽകിയത്. പാവപ്പെട്ടവർ 10-20ഓളം കുടുംബങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന, പട്ടികജാതി കുടുംബങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ ആറ്റുളുമ്പിൻ്റെ പ്രദേശത്ത് ഒരു ജീവനൊരു സുരക്ഷയില്ലാത്ത രീതിയിൽ കൊച്ചുകുട്ടികൾ കളിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള വയസ്സായവരുണ്ട്, ഇതിലൂടെ നടപ്പാതെ പോലും ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ സ്ഥിതി. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് വ്യവസായിയെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പാറക്കെട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഒരവസ്ഥ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കിടക്കാടത്തിൻ്റെ ഒരു അവസ്ഥ, ആറ്റുളുമ്പിൽ നിന്ന് വെള്ളം ഒലിച്ചു പോകുമെന്ന് കരുതിയാണ്ടാണ് ഈ പരിപാടി ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അതിനോട് സഹകരിക്കാമായിരുന്നു. അല്ലാത്ത പക്ഷേ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ നിർദ്ധരായിട്ടുള്ള സമൂഹത്തിൽ ഒട്ടനേകം പിന്നോക്ക വ്യവസ്ഥയിൽ നിൽക്കുന്ന ജനങ്ങളെ ഒന്നും വില കൽപ്പിക്കാത്ത രീതിയിൽ ഈ 13 ലക്ഷം രൂപ ഇവിടെ ഈ ഫണ്ട് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു പഞ്ചായത്തിൽ നിൽക്കുന്ന ഒരു സാധാരണ നിർദ്ധരായിട്ടുള്ള പിന്നോക്ക വിഭാഗത്തിലുള്ള ഒരു കുടുംബത്തിന് 4 ലക്ഷം രൂപയാണ് ഒരു വീടിന് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നത്. അതും 50,000 25,000 അവരുടെ ഇഷ്ടത്തിന്
പിച്ച വാങ്ങിക്കും പോലെ അവർ 100 പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടാണ് ഒരു കിടക്കാടമുണ്ടാക്കാനായിട്ട് അവരിന്ന് വലിയ വേദനയോടും വിഷമത്തോടു കൂടിയും പോകുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്തടിസ്ഥാനത്തിലാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടുവാനായി ഈ 13 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാകുന്നില്ല. കാരണം ഇത് സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇതൊരു ഈ നാട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ വ്യവസായിയുടെ വസ്തുവാണ് ഈ വസ്തു. ആ വസ്തുവിൻ്റെ സംരക്ഷണ ഭിത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 13 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതിന് ക്രിമിനൽ കേസ് എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രതിഷേധത്തിന് മണ്ഡലം പ്രസിഡന്റ് ഷൈജു കുറക്കട, ലാൽ കോരാണി, ജില്ലാ സെക്രട്ടറി സുജി, ഷൈജു ചന്ദ എന്നിവർ നേതൃത്വം നൽകി. വിസ്മയ ന്യൂസ്, വർക്കല.